ഞമ്മള് നോമ്പിന് നീയത്ത് വെക്കാൻ മറന്നാല് പിന്നെ ആ നോമ്പ് നോറ്റി വിട്ടണ്ട, ആ നോമ്പ് ഉണ്ടാവില്ലല്ലോ. ഫർള് നമസ്കാരത്തിന്റെ നിയ്യത്ത്, അതായത് നമ്മൾ ഫർള് നോമ്പാണെങ്കിൽ ആ ഫർള് നോമ്പിന്റെ നിയ്യത്ത് നമ്മൾ നോൽക്കുന്നു എന്ന ഉദ്ദേശം ഏറ്റവും ചുരുങ്ങിയത് സുബഹിന്റെ മുമ്പെങ്കിലും നമുക്കുണ്ടായിരിക്കണമെന്നാണ്. ഫമല്ലം യുബയ്യത്ത് സിയാം ഫലാ സിയാമ ലഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ രാത്രിയിൽ, അതായത് പ്രഭാതത്തിന് മുമ്പ് ആ നോമ്പ് ഫർള് നോമ്പാണെങ്കിൽ അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് നോമ്പില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫർള് നോമ്പിന്റെ ഷർത്തായിട്ട്, അത് സ്വീകരിക്കാനുള്ള നിബന്ധനയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് പ്രഭാതത്തിന് മുമ്പെങ്കിലും അഥവാ സുബഹിക്ക് മുമ്പെങ്കിലും ഞാൻ നാളെ നോമ്പ് നോൽക്കും എന്നൊരു ഉദ്ദേശം മനസ്സിലുണ്ടാവണം എന്നതാണ്. എന്നാൽ സുന്നത്ത് നോമ്പിന് അത് ബാധകമല്ല. സുന്നത്ത് നോമ്പ് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റു ഉച്ചവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് തോന്നുകയാണ്, ഉച്ചൻ്റെ സമയത്ത് ലുഹാ സമയത്തൊക്കെ നമുക്ക് തോന്നുകയാണ് ഞാനെന്ന് ഏതായാലും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നോമ്പ് നോൽക്കാമെന്ന് വിചാരിച്ചാൽ അത് അനുവദനീയമാണ്, നോമ്പ് സ്വീകരിക്കപ്പെടും. എന്നാൽ ഫർള് നോമ്പാണെങ്കിൽ നിർബന്ധമായും രാത്രി ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഞാൻ നാളെ നോമ്പ് നോൽക്കുമെന്ന ഉദ്ദേശം മനസ്സിലുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്തെങ്കിലും അത് മനസ്സിലുണ്ടാവണം. നിയ്യത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചൊല്ലി പറയണമെന്നല്ല, മനസ്സിൽ ഉണ്ടാകണം ഞാൻ നാളെ നോമ്പ് നോൽക്കും എന്നൊരു ഉദ്ദേശം ഉണ്ടാവണം. അപ്പം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആ നോമ്പ് ശരിയാവുകയുള്ളൂ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ രാത്രി സുബഹിന്റെ മുമ്പ് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല എങ്കിൽ ആ നോമ്പ് ശരിയല്ല എന്നതാണ് കൂടുതൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സൂക്ഷ്മതയുടെ ഭാഗമായ നോമ്പ് നോറ്റ് വിട്ടുന്നതായിരിക്കും ഉത്തമം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല ആലം.